ഫോൺ താഴെ പോയി ഫോൺ പോയി. വീണ്ടും വെള്ളത്തിൽ കയറി ഒരു ട്രിപ്പ് നടത്തുക എന്നുള്ള പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈക്കം ജംഗ്ഷനുള്ള മെയിൻ താരം ഇന്നിപ്പോൾ നമ്മുടെ ബോട്ടാണ്. വെള്ളം കയറിയെങ്കിലും ആൾക്കാർക്ക് ആസ്വദിക്കാൻ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ട്, അതായത് 200 ലിറ്റർ വെള്ളം ജാറിൻ്റെ കട്ട് ചെയ്തെടുത്ത് അന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാരാ ഫോണ്. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ എല്ലാം ചെയ്യും, വേറെ മാർഗമൊന്നുമില്ല. ഫോണൊക്കെ കിട്ടി. ഞങ്ങൾ മുങ്ങിയില്ലേ, മുങ്ങിയപ്പോ സമയത്ത് പോലും താന്നില്ലല്ലേ, ഞാൻ താഴത്തില്ല. അപ്പൊ ഇങ്ങനെ വെച്ചാൽ മതി, അത്യാവശ്യം കാര്യങ്ങൾ നടക്കും അല്ലേ. 6 കുപ്പി, അതായത് വാട്ടറിന്റെ 6 കുപ്പി അടച്ച് ബെന്നിന്റെ മുമ്പിൽ പുറകിലായിട്ട് നമ്മൾ താന്നു പോകും. ഞങ്ങൾ മുങ്ങിയത് 5 വെള്ളത്തിൽ നനഞ്ഞില്ല. ശരി, നമ്മളോട്ട് ഇത് ഇനിയാണ് മനസ്സിലാകും. ബെന്നിനിടണം, കഴുത്തോട്ടം വേണം, ഇത് കഴുത്തോട്ടമല്ല. അതിലൂടെ വെള്ളം ഇറങ്ങാം. കുപ്പി ആടിപ്പോയിരുന്നു. നമ്മളിത് സേഫ്റ്റി വേണമല്ലോ. നമ്മൾ ഇത്രയും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ ഫൈബർ ബോട്ടിൽ സഞ്ചാരമൊക്കെ കഴിഞ്ഞിട്ട് ഗോൾചാട്ടിന് വന്നിരിക്കുകയാണ്. വെള്ളം മുങ്ങുകയില്ല എന്നാണ് പറയുന്നത്, പക്ഷേ ആൾ മുങ്ങും. അത്യാവശ്യം 2 പേർക്ക് സുഖമായിട്ട് അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന, എമർജൻസികളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വലിയ ചിലവൊന്നും വരുന്നില്ല. 2 ബാരലും പിന്നെ കുറച്ച് സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പാ, അത് ഉറപ്പാ. അതിനുകൊണ്ടുപോവാ, അതിനുകൊണ്ടുപോവാ, അതിനുകൊണ്ടുപോവാ. അതിനുവേണ്ടി പോന്ന് നോക്കാം. വെള്ളം വീണ്ടും കൂടുന്നതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കടകളിലെ സാധനങ്ങൾ പിന്നെ ആൾക്കാരെ കുറച്ചുകൂടെ പൊക്കത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.